കൊല്ലം നഗരത്തിൽ പ്രവർത്തിക്കുന്ന മൊത്ത വ്യാപാര സ്ഥാപനത്തിന്റെ ഷട്ടർ പൊളിച്ച് ലക്ഷങ്ങൾ കവർന്ന കേസിലെ പ്രതികളെ കൊല്ലം ഈസ്റ്റ് പോലീസ് പിടികൂടി. ഇരവിപുരം വാളത്തുങ്കൽ ആക്കോലിൽ ഇളവുവയൽ വീട്ടിൽ സജിൽ എസ്, ഇരവിപുരം വാളത്തുങ്കൽ ആക്കോലിൽ തോട്ടുവ തെക്കതിൽ അനന്തു രവി എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഏപ്രിൽ 26-ന് രാത്രി 12:45-ഓടെയാണ് കേസിന് ആസ്പദമായ സംഭവമുണ്ടായത്. കൊല്ലം ജില്ലാ ആശുപത്രി റോഡിലുള്ള സ്റ്റെയിൻസ് ട്രേഡിംഗ് കമ്പനിയുടെ പിൻഭാഗത്തെ ഷട്ടർ പൊളിച്ച് അകത്തു കയറിയ പ്രതികൾ ലോക്കർ കുത്തി തുറന്ന് മോഷണം നടത്തുകയായിരുന്നു. ലോക്കറിലുണ്ടായിരുന്ന 20 ലക്ഷം രൂപയും ക്യാഷ് ട്രേയിൽ സൂക്ഷിച്ചിരുന്ന 3 ലക്ഷം രൂപയും ഉൾപ്പെടെ ആകെ 23 ലക്ഷം രൂപയാണ് ഇരുവരും ചേർന്ന് കവർന്നത്. മോഷണത്തിന് ശേഷം സ്ഥാപനത്തിലെ ഷട്ടറും ബില്ലിംഗ് ട്രേയും CCTV സംവിധാനങ്ങളും ഇവർ നശിപ്പിച്ചു. ഇതുവഴി 25,000 രൂപയുടെ നാശനഷ്ടവും സ്ഥാപനത്തിനുണ്ടായി. തുടർന്ന് പ്രതികളെ പിടികൂടാനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചു നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിലൊടുവിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. എന്നാൽ പോലീസ് തങ്ങളെ പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ പ്രതികൾ അപ്പോഴേക്കും സംസ്ഥാനം വിട്ടിരുന്നു. ഇവർ തമിഴ്നാട്ടിലേക്ക് കടന്നതായി വിവരം ലഭിച്ചതോടെ പോലീസ് 4 സംഘങ്ങളായി തിരിഞ്ഞ് തമിഴ്നാട് കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിച്ചു. തുടർന്ന് പ്രതികൾ തമിഴ്നാട്ടിലെ കൂടംകുളത്തുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ എത്തിയെങ്കിലും അന്വേഷണ സംഘത്തെ വെട്ടിച്ച് ഇവർ വീണ്ടും കടന്നു കളഞ്ഞു. പിന്നീട് ഇവർ ഒളിച്ചു കടന്ന് നേരെ കൊല്ലത്തെത്തിയതോടെ കഴിഞ്ഞ 13-ന് കളക്ട്രേറ്റ് ഭാഗത്തു നിന്നും കൊല്ലം ഈസ്റ്റ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവരെ വളഞ്ഞു പിടികൂടുകയായിരുന്നു. ഐസ്ക്രീം കച്ചവടക്കാരനായ 1-ാം പ്രതി സജിൽ കച്ചവട ആവശ്യങ്ങൾക്കായി സ്ഥിരമായി ഈ മൊത്ത വ്യാപാര സ്ഥാപനത്തിൽ വരാറുണ്ടായിരുന്നു. സ്ഥാപനത്തിലെ പണമിടപാടുകളും പണം സൂക്ഷിക്കുന്ന രീതിയും പലപ്പോഴായി നിരീക്ഷിച്ച് മനസ്സിലാക്കിയ ഇയാൾ പിന്നീട് അനന്തു രവിയെയും കൂട്ടുപിടിച്ച് മോഷണം ആസൂത്രണം ചെയ്യുകയായിരുന്നു. മോഷണം നടത്തി കിട്ടിയ പണം ഉപയോഗിച്ച് ഇവർ പുതിയ കാറും വില കൂടിയ മൊബൈൽ ഫോണുകളും വാങ്ങി. തുടർന്ന് ബാംഗ്ലൂർ, ഗോവ തുടങ്ങിയ സ്ഥലങ്ങളിൽ താമസിച്ച് ആഡംബര ജീവിതം നയിച്ചു വരികയായിരുന്നു. പിടിയിലായ ഇരുവർക്കുമെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കൊല്ലം ഈസ്റ്റ് SI രഞ്ജുവിന്റെ നേതൃത്വത്തിൽ പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു.